ഫ്രണ്ട്സ്, ഗ്രാമർ ഈസ് നെസസറി ഓർ നോട്ട്? ഇംഗ്ലീഷ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഗ്രാമർ അത്യാവശ്യമാണോ അല്ലയോ? പലപ്പോഴും പുതിയ ടീച്ചിങ് ലേണിംഗ് മെത്തേഡിൽ ഗ്രാമറിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം ഗ്രാമറിൻ്റെ റൂൾസാണ് പഠിക്കുന്നത് പലപ്പോഴും. പക്ഷേ പാസീവ് ഗ്രാമർ അത് അത്യാവശ്യമാണ്. എന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ആ ലാംഗ്വേജിൻ്റേതായിട്ടുള്ള സ്ട്രക്ചറുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചറിലേക്ക് വരുമ്പം അതിന് ചില പ്രത്യേകതകളുണ്ട്. ഒരു ചെറിയ എക്സാമ്പിൾ, നമ്മളിപ്പം അതൊരു ആപ്പിളാകുന്നു, വളരെ സിമ്പിളായിട്ട് പറയുന്നു, അതൊരു ആപ്പിളാകുന്നു, അതൊരു ബോയ് ആകുന്നു. അപ്പം ഒരു എന്നുള്ളതിന് ബോയ് ആകുന്നു എന്ന് പറയുമ്പോഴും ഒരു ആപ്പിൾ ആകുന്നു എന്ന് പറയുമ്പോഴും വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ദാറ്റ്സ് ആൻ ആപ്പിൾ, ആൻ ആപ്പിൾ, ദാറ്റ്സ് എ ബോയ്, എ ബോയ്, രണ്ടും ഒരു എന്ന മീനിങ്ങാണ്, ഹാവിങ് ദ മീനിങ് വൺ. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഇങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ചേർന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഒരുപാട് എലമെൻറ്റ്സ് ചേർന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ആ എലമെൻറ്റ്സിലെ എല്ലാം കൂടി കളക്റ്റീവ്ലി കോൾഡാണ് ഗ്രാമർ. ഇത് ബേസ് ആണ്. അപ്പം ബേസിക് ഗ്രാമർ ഒരു കുട്ടി പഠിച്ചേ എത്തത്തുള്ളൂ. എന്നാലേ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് സ്പീക്കിങ്ങിലേക്കോ ലിസണിങ്ങിലേക്കോ എത്തത്തുള്ളൂ. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് പറയുമ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ ആ ലാംഗ്വേജിൻ്റെ പ്രത്യേകത പെക്യൂലിയാരിറ്റി അറിയണം. സോ അത് പഠിച്ചെടുക്കാൻ 2 മാസമൊന്നും വേണ്ട, 1 മാസവും വേണ്ട, 10 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് അക്കാഡമി ബേസിക്കായി ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത, നമ്മളിപ്പം മലയാളം മദർ ടങ്ങിൽ നിന്ന് എന്താണ് വ്യത്യാസം ഇംഗ്ലീഷിന്, അത് ആദ്യം പഠിച്ചെടുക്കുക. ബേസിക് ഗ്രാമർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അടുത്ത ബാച്ച് തുറക്കുന്നു. ഓൾ ഓഫ് യു ആർ വെൽക്കം. വളരെ കുറഞ്ഞ ഫീസ്. ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നത് പത്തനാപുരത്ത് അശ്വിനി ഹോസ്പിറ്റലിന് അടുത്തായിട്ടാണ്. റൈറ്റ്.